ഋഷഭ് പന്തിന് 27 കോടി, ശ്രേയസ് അയ്യർക്ക് 26.75 കോടി, വെങ്കടേഷ് അയ്യർക്ക് 23.75 കോടി, ഹർഷ്ദീപ് സിംഗിന് 18 കോടി, യശ്വന്ത് ചൗഹാലിന് 18 കോടി, ജോസ് ബട്ട്ലർക്ക് 15.75 കോടി, KL രാഹുലിന് 14 കോടി, ട്രെന്റ് ബോൾട്ടിന് 12.5 കോടി എന്നിങ്ങനെയാണ് വില കൂടിയ ആദ്യ IPL 10 കളിക്കാർ. ആദ്യ 10-ൽ 8 ഇന്ത്യക്കാരാണ് എന്നത് അഭിമാനത്തിന് വക നൽകുന്നുണ്ടെങ്കിലും റീടെൻഷൻ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്ന വെങ്കടേഷ് അയ്യരുടെ ലേലത്തുക അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ടാകണം. അടിസ്ഥാന വിലയുടെ 12 ഇരട്ടി എന്ന മോഹവിലയാണ് വെങ്കടേഷ് അയ്യറിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാരിയെറിഞ്ഞത്. 30 ലക്ഷം അടിസ്ഥാന വിലയിട്ടിരുന്ന മലയാളി താരം വിഷ്ണു വിനോദിനായി 95 ലക്ഷം രൂപ വരെ മുടക്കാൻ പഞ്ചാബ് കിങ്സ് തയ്യാറായി എന്നതും മലയാളത്തിന് അഭിമാന നേട്ടമായി. 72 കളിക്കാരെ ലേലം കൊണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കേവലം 24 വിദേശ കളിക്കാർ മാത്രമേ ഉള്ളൂ എന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇന്ത്യൻ തനിമ നിലനിർത്തും. 500 കോടിയിലധികം താരങ്ങൾക്ക് നൽകി ക്രിക്കറ്റിനെ ഇന്ത്യയുടെ അഭിമാന ആഘോഷമാക്കുമ്പോൾ ക്രിക്കറ്റ് സ്പോർട്സ് എന്നതിൽ നിന്നും കോടികളെറിഞ്ഞ് കോടികൾ കൊയ്യുന്ന വ്യവസായം കൂടിയായി മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കായിക സംഘടനയുടെ പണപ്പെട്ടിയിൽ വസന്തം വിരിയിക്കുന്ന IPL പോലുള്ള ക്രിക്കറ്റ് മാമാങ്കങ്ങൾ ഇന്ത്യയുടെ യശസ്സിനൊപ്പം കളിക്കാരുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കട്ടെ.